ചോദ്യം 2015 ബയോളജി വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങളുടെ തുടർച്ച ലഭിക്കുന്നതിനും ക്ലാസ്സുകൾ ലഭിക്കുന്നതിനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം: മനുഷ്യ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ആണ്. ദ പിഗ്മെൻറ്റ് ദാറ്റ് ഗീവ്സ് റെഡ് കളർ ടു ഹ്യൂമൻ ബോഡി ഈസ്. ഫസ്റ്റ് വൺ, ഹീമോസയാനിൻ, ഹീമോലിംഫ്, മയോഗ്ലോബിൻ ആൻഡ് ഹീമോഗ്ലോബിൻ. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം, ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ഉത്തരം. ഹീമോഗ്ലോബിനാണ് വർണ്ണം നൽകുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നത് ഇരുമ്പ് അഥവാ അയേൺ ആണ്. ഇരുമ്പ് അടങ്ങിയത് കൊണ്ടാണ് ചൊവ്വ ഗ്രഹത്തെ മാർസ് ചുവന്ന ഗ്രഹം എന്ന് വിളിക്കാനുള്ള കാരണം. തുരുപ്പിച്ച ഗ്രഹം, പഴക്കമേറിയ പരുക്കൻ ഗ്രഹം, ഫോസിൽ ഗ്രഹം എന്നൊക്കെ അറിയപ്പെടാൻ കാരണം ഇരുമ്പുണ്ടായതുകൊണ്ടാണ്. ഇരുമ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ചെങ്കൽ മണ്ണ് അഥവാ ചെമ്മണ്ണ്, ലാട്രൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനമാണ് ലാട്രൈറ്റ് മണ്ണ്. അതിന് ചുവന്ന നിറം ഉണ്ടാകാൻ കാരണവും ഇരുമ്പിൻ്റെ അംശം കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഹീമോ എന്നുള്ള വാക്കുകൾ മുഴുവൻ ബ്ലഡുമായിട്ട് വന്ന്, ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ രക്തത്തെ പറ്റിയുള്ള പഠനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഹീമോഗ്ലോബിൻ നമുക്ക് പരിചയമുള്ള. ഹീമോ ലിംഫ് എന്ന് പറയുന്നത് നമ്മുടെ നട്ടലില്ലാത്ത ജീവികളിൽ കാണപ്പെടുന്ന രക്തത്തിന് സമാനമായിട്ടുള്ള ദ്രാവകമായിട്ടുള്ള ഫ്ലൂയിഡാണ് ഹീമോലിംഫ്. ഹീമോലിംഫിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ഈ പറയുന്ന ഹീമോസയാനിൻ. അതായത് ഹീമോഗ്ലോബിൻ പോലെയുള്ള ഒരു വർണ്ണകമാണ് ഹീമോസയാനിൻ. ഇത് ഓക്സിജൻ സ്വീകരിക്കുമ്പോൾ, ഇവിടെ ഓക്സിജൻ സ്വീകരിക്കുമ്പോൾ ചുവപ്പ് നിറം ഹീമോഗ്ലോബിൻ ആകുന്നത് പോലെ ഇവിടെ ഹീമോസയാനിൻ ഉണ്ടാകുന്ന നിറം നീല നിറമാണ്. അതാണ് ചില ജീവികളുടെയൊക്കെ രക്തത്തിൻ്റെ നിറം നീല നിറമായിരിക്കും. ഇവിടെ ഇരുമ്പാണെങ്കിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കോപ്പറാണ്. കോപ്പർ സൾഫേറ്റ്, തുരിശ് നീല നിറമാണ് നമുക്കറിയാം. അപ്പം നീല നിറം അസോസിയേറ്റഡ് ആയിരിക്കും കോപ്പറുമായിട്ടാണ്. നമ്മളെ നീരാളി, അതുപോലെ തന്നെ ഒച്ച്, ഇവയുടെയൊക്കെ നിറം, ഇവിടെയൊക്കെ രക്തത്തിൻ്റെ നിറം നീല നിറമാണ് ഉണ്ടാവുക. ഹീമോസയാനിൻ നീലയാണ്. പക്ഷേ ആന്തോസയാനിൻ എന്നുള്ള വാക്ക് നമുക്ക് പരിചയമുണ്ടായിരിക്കും. പുഷ്പങ്ങളിലെ, ചെടികളിലെ വർണ്ണകമാണ് ആന്തോസയാനിൻ. എന്ത് നിറമാണ്? ചുവപ്പ് നിറമാണ്. സാന്തോഫിൽ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എന്ത് നിറമാണ്? മഞ്ഞ നിറമാണ്. ബ്ലഡിനെ പറ്റിയിട്ട്, രക്തത്തെ പറ്റിയിട്ട് ഒരു ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം: പാലിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് കണ്ടെത്താൻ സഹായിക്കുന്ന ഏത്? ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ മിൽക്ക് ഈസ് ഐഡൻറ്റിഫൈഡ് ത്രൂ ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ബാരോമീറ്റർ. തെർമോമീറ്റർ ചൂട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ലാക്ടോമീറ്ററാണ് ഏത്? പാലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഉപകരണം. പാലിൽ മായം ചേർത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഉപകരണം. കലോറിമീറ്ററും അതേമാതിരി ഊർജ്ജത്തിൻ്റെ, താപത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ചോദ്യം: ശരിയായ ജോഡി കണ്ടെത്തുക. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ. റൈബോസോം, പവർ ഹൗസ്, ഊർജ്ജ നിലയം. ഗോൾഗി കോംപ്ലക്സ് പാക്സ് എൻസൈംസ്, ഹോർമോൺസ് എക്സെട്ര ഇൻ സ്മാൾ വെസ്കിൾസ്. ഗോൾഗി കോംപ്ലക്സ് രാസാഗ്നി, ഹോർമോണുകൾ തുടങ്ങിയവയെ ചെറു സഞ്ചികളാക്കുന്നു. മൈറ്റോകോൺട്രിയ പ്രോട്ടീൻ സിന്തസിസ്. മൈറ്റോകോൺട്രിയ മാംസ്യ സംശ്ലേഷണം നടത്തുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്റ്റോർസ് വാട്ടർ ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ജലം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. അപ്പോൾ കോശത്തെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ചോദ്യം തന്നെ പ്രതീക്ഷിക്കാം. സസ്യകോശങ്ങളിൽ നിന്നും 2 ചോദ്യം വരാം മാക്സിമം. ജന്തുകോശത്തിൽ നിന്നും 2 ചോദ്യം വരാം. മിനിമം എന്തായാലും ഓരോ ചോദ്യം ഈ 2 സെക്ഷനിൽ നിന്നും ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മേഖല നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. റൈബോസോം എന്ന് പറയുന്നത് പവർ ഹൗസ് അല്ല, പ്രോട്ടീൻ ഹൗസാണ്. അവിടെ മാംസ്യ സംശ്ലേഷണമാണ് നടക്കുന്നത്. അതായത് റൈബോസോമുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്.
മാംസ്യവിശ്ലേഷണം. മൈറ്റോകോൺട്രിയയാണ് കോശശ്വസനം, കോശദഹനം, ഊർജ്ജ നിലയം, പവർ ഹൗസ്, കെമിക്കൽ ഫാക്ടറി എന്നൊക്കെ പറയുന്നത് മൈറ്റോകോൺട്രിയയാണ്, ഊർജ്ജ ഉൽപ്പാദനം നടക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായി ബന്ധപ്പെട്ടത് ഈ പ്രോസസ്സ് അല്ല. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് കോശത്തിന് ദൃഢതയൊക്കെ നൽകുന്നതാണ്, കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നതാണ്. ജലം, വിസർജ്ജ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഫേനം ആണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന 1, 2, 3 ഈ 3 പ്രസ്താവനയും തെറ്റുകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഗോൾഗി കോംപ്ലക്സ് ആണ് രാസാഗ്നി, ഹോർമോൺ തുടങ്ങിയവയെ ചെറുസഞ്ചികളാക്കി സംഭരിക്കുന്നത്. റൈബോസോം മാംസ്യം സംഭരിക്കുന്ന പോലെ തന്നെയാണ് ഗോൾഗി കോംപ്ലക്സ് ഇതിൻ്റെ സ്റ്റോറിങ്, ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇതിൻ്റെ പാക്കിങ്, ഇതിൻ്റെ വിതരണം ഒക്കെ നിയന്ത്രിക്കുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. ഒരു കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നുകൂടി ഗോൾഗി കോംപ്ലക്സ് അറിയപ്പെടുന്നുണ്ട്. ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്ന കോശങ്ങൾ എന്ന് പറയുന്നതും ഗോൾഗി കോംപ്ലക്സ് ആണ്. അടുത്ത ചോദ്യം, മോണോട്രോപ്പ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മോണോട്രോപ്പ ബിലോങ്സ് ടു ടോട്ടൽ പാരസൈറ്റ്, പൂർണ്ണ പരാതമാണോ? ഓട്ടോട്രോഫ്, സ്വപോഷികളാണോ? പാർഷ്യൽ പാരസൈറ്റ്, അർദ്ധപരാതങ്ങളാണോ? സാപ്രോട്രോഫ്, ശവോപജീവികളാണ്. മോണോട്രോപ്പ എന്ന് പറയുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്, ഒരു സ്പെഷ്യൽ പ്ലാന്റ്സ് ആണത്. അത് പൂർണ്ണമായിട്ടും പരാത സസ്യങ്ങളാണ്, ടോട്ടൽ പാരസൈറ്റ് ആണ്. അടുത്തത്, ഏത് അവയവത്തിൽ നിന്നാണ് യൂറിയ രക്തത്തിലേക്ക് എത്തിച്ചേരുന്നത്? ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ യൂറിയ റീച്ചസ് ദ ബ്ലഡ്? ലങ്സ്, ശ്വാസകോശം; കിഡ്നി, വൃക്കകൾ; സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ; ലിവർ, കരൾ. യൂറിയ എന്ന് പറയുന്ന കോമ്പൗണ്ട് രക്തത്തിലേക്ക് എത്തിച്ചേരുന്നത് എവിടെ നിന്നാണ് എന്നാണ് ചോദ്യം. അപ്പോൾ യൂറിയ രക്തത്തിലേക്ക് കലരുകയും ആ രക്തം വീണ്ടും ശുദ്ധീകരിക്കാൻ വേണ്ടി എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? കിഡ്നിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ കിഡ്നിയിൽ വെച്ചാണ് ശുദ്ധീകരണം നടക്കുന്നത്. അപ്പോൾ ബ്ലഡിലേക്ക് എത്തുന്ന യൂറിയ കിഡ്നിയിൽ വെച്ചാണ് ശുദ്ധീകരിക്കുന്നത്, പക്ഷെ ബ്ലഡിലേക്ക് എത്തുന്നത് എവിടെ വെച്ചാണ് ചോദ്യം. ബ്ലഡിലേക്ക് എത്തുന്നത് കരളിൽ വെച്ചിട്ടാണ്. കരളിൽ നിന്നാണ് യൂറിയ ബ്ലഡിലേക്ക് കലരുന്നത്. അടുത്ത ചോദ്യം, ദഹന പ്രക്രിയയിലെ ഏത് ഘട്ടത്തിലാണ് ആഹാര ഘടകങ്ങളെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റപ്പെടുന്നത്? ദ സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ത്രൂ വിച്ച് ദ ബ്ലഡ് കമ്പോണൻസ് ബിക്കം ദ പാർട്ട് ഓഫ് ദ ബോഡി. എക്സ്ക്രീഷൻ, വിസർജനം; ഇൻജഷൻ, ആഹാര സ്വീകരണം; അസിമിലേഷൻ, സ്വാംശീകരണം; അബ്സോർഷൻ, ആഗിരണം. അതിൽ എക്സ്ക്രീഷൻ അല്ല, കാരണം എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് പുറന്തള്ളുന്ന അവസാനത്തെ പ്രക്രിയ മാത്രമാണ് എക്സ്ക്രീഷൻ. ദെൻ പിന്നീടുള്ളത് ആഹാര സ്വീകരണമാണ്. നമുക്കറിയാം മൗത്തിലേക്കാണ് ആഹാര സ്വീകരണം നടക്കുന്നത്. അപ്പോൾ ആഹാര സ്വീകരണത്തിൻ്റെ ആദ്യത്തെ ഘട്ടം മൗത്താണ്. ആ വായിൽ വെച്ചാണ് ദഹന പ്രക്രിയയുടെ ആദ്യത്തെ ഘട്ടവും നടക്കുന്നത്. അവിടെ വെച്ച് ചേഞ്ച് ആരംഭിക്കുന്നു, കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ച് ആരംഭിക്കുന്നു. ദെൻ അബ്സോർഷൻ, അടുത്ത സ്റ്റെപ്പ് അബ്സോർഷനാണ്. അബ്സോർഷൻ എന്ന് പറയുമ്പോൾ ആ കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചിൻ്റെ അവസാനം വരെയുള്ള ഘട്ടമാണ് അബ്സോർഷൻ എന്ന് പറയുന്നത്. വായിൽ തുടങ്ങുന്നേ ഉള്ളൂ, പക്ഷേ ബാക്കി ദഹന വ്യവസ്ഥയിലെ ബാക്കി ഭാഗങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ രാസാഗ്നികളും ഹോർമോണുകളും ഒക്കെ ദഹനരസങ്ങളും ഒക്കെ ചേർന്ന് കെമിക്കൽ ചേഞ്ച് ആൻഡ് ഫിസിക്കൽ ചേഞ്ച് കംപ്ലീറ്റ് ആകുന്നൊരു പ്രോസസ്സാണ് ആഗിരണം എന്ന് പറയുന്ന, അബ്സോർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അടുത്ത ഘട്ടത്തിലാണ് ആഹാര ഘടകങ്ങൾ ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആഹാര ഘടകങ്ങളെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ആൻസർ സ്വാംശീകരണം ആണ്. ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമില്ലാത്തത് ഏത്? വിച്ച് വൺ ഓഫ് ദ കമ്പോണൻറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്? വാട്ടർ ആൻഡ് മിനറൽസ്, ജലവും ലവണങ്ങളും;
ഓക്സിജൻ, ക്ലോറോഫിൽ ഹരിതകം, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ജലവും ലവണവും ആവശ്യമാണ്, ക്ലോറോഫിൽ ആവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ടാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമില്ലാത്തത് ഏതാണ്? ഓക്സിജൻ ആണ്. എന്നാൽ ഓക്സിജൻ സസ്യങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഉണ്ട്. ജന്തുക്കളെ പോലെ തന്നെ ഓക്സിജൻ സസ്യങ്ങൾക്കും ശ്വസനത്തിന് ആവശ്യമാണ്. അപ്പോൾ എപ്പോഴാണ് ഓക്സിജൻ സസ്യങ്ങൾ വലിച്ചെടുക്കുക? സസ്യങ്ങൾ രാത്രിയിലാണ് എന്ത് വലിച്ചെടുക്കുക? ഓക്സിജൻ സ്വീകരിക്കുക. അപ്പോൾ രാത്രിയിൽ എന്ത് വാതകമാണ് പുറത്തുവിടുക? ജന്തുക്കളെ പോലെ തന്നെ രാത്രിയിൽ സസ്യങ്ങൾ പുറത്തുവിടുക കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുകൊണ്ട് നമ്മൾ രാത്രി സമയങ്ങളിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ പോയിരിക്കുന്നത് നല്ലതല്ല എന്ന് പറയും. എന്നാൽ പകൽ സമയങ്ങളാണെങ്കിലോ നേരെ വിപരീതമാണ്. പ്രകാശ സംശ്ലേഷണം ആസ്യരന്ധ്രങ്ങൾ വഴി സസ്യങ്ങളുടെ ഇലകൾ എന്ന് പറയുന്നത് സോളാർ പാനൽ പോലെയാണ്. സൗരോർജം സ്വീകരിക്കാനുള്ള സ്ഥലങ്ങളാണ് ഇലകൾ എന്ന് പറയുന്നത്. ആ ഇലകളിലേക്ക് ആസ്യരന്ധ്രങ്ങൾ വഴി ഇവ കാർബൺ ഡൈ ഓക്സൈഡിനെയും സ്വീകരിക്കും. സൂര്യപ്രകാശമൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് എന്ത് പുറത്തുവിടും? പകൽ സമയങ്ങളിൽ ഓക്സിജൻ പുറത്തുവിടും. അപ്പോൾ അങ്ങോട്ട് കൺഫ്യൂഷനായി പോയത്. ആൻസർ കൃത്യമായിട്ട് എഴുതാം. അടുത്ത ചോദ്യം, ശാസ്ത്രീയമായി പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതാണ് സയൻറ്റിഫിക് റിയറിംഗ് ഓഫ് സിൽക്ക് വേം ഈസ് അപ്പിക്കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, പിസിക്കൾച്ചർ, സെറികൾച്ചർ. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, റിപ്പീറ്റായി ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ നിങ്ങൾ ഈ റിപ്പീറ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒരു പ്രത്യേക ബുക്കിൽ എഴുതി വെച്ചിട്ട് ആ മേഖല കൃത്യമായിട്ട് പഠിക്കണം. വാട്ട് ഈസ് എപ്പിക്കൾച്ചർ? എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ബി കൾച്ചറാണ്, തേനീച്ച കൃഷിയാണ്. വാട്ട് ഈസ് ഹോർട്ടിക്കൾച്ചർ? പുഷ്പഫല കൃഷിയൊക്കെയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. പച്ചക്കറി കൃഷി അതൊക്കെ അതിൽ വരും. പിസിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മത്സ്യകൃഷിയാണ്. സെറികൾച്ചറാണ് ഈ പറയുന്ന ഏത് പട്ടുനൂൽപ്പുഴുവിനെ വളർത്തുന്ന സിൽക്ക് വേമിൻ്റെ പ്രോസസ്സ്. പിന്നെ വിറ്റിക്കൾച്ചർ കേട്ടിട്ടുണ്ടായിരിക്കും. വിറ്റിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മുന്തിരി കൃഷി. കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് ക്യൂണി കൾച്ചർ ആയിരുന്നു. ക്യൂണി കൾച്ചർ എന്താണ്? മുയൽ കൃഷിയാണ്. പിന്നെ ഒരു വെർമി കൾച്ചർ ഉണ്ട്. വെർമി കൾച്ചർ എന്ന് പറഞ്ഞാൽ മണ്ണിരയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ടോണോപ്ലാസ്റ്റ് എന്ന സ്ഥലം ഏത് കോശാംഗത്തിൻ്റേതാണ്? ഈ സ്ഥലം, ഈ ആവരണം നമുക്ക് ഫേനത്തിനാണ് കാണാൻ കഴിയുക. വാക്വൾ ഇതിനാണ് കാണാൻ കഴിയുക. ഈ ചോദ്യം രണ്ടാമത്തെ തവണയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത്. ഇതിനു മുമ്പ് ചോദിച്ചത് ഫേനത്തെ ആവരണിച്ചിരിക്കുന്ന സ്ഥലം എന്ത് എന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പോഴത് തിരിച്ചു ചോദിച്ചു, ടോണോപ്ലാസ്റ്റ് എന്നത് ഏത് കോശാംഗത്തിൻ്റെയാണ്, ഏത് കോശഘടകത്തിൻ്റെയാണ് എന്ന് ചോദിച്ചു. അടുത്ത ചോദ്യം, ഇരപിടിയൻ സസ്യങ്ങൾ പ്രാണികളിൽ നിന്ന് ലഭിക്കുന്ന മൂലകം ഏത് എന്നാണ് ചോദ്യം. ദ ഇലമെൻറ്റ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഫ്രം ഇൻസെക്ട്സ് സൾഫർ ആണോ, നൈട്രജൻ ആണോ, ഫോസ്ഫറസ് ആണോ, കാർബൺ ആണോ? ഇൻസെക്ടിവോറസ് ആണ്. ഇൻസെക്ടിവോറസ് മീൻസ് വാട്ട്? ഇൻസെക്ട്സിനെ ഭക്ഷിക്കുന്ന, പ്രാണികളെ ഭക്ഷിക്കുന്നവയാണ്. എലികളെപ്പോലും ഭക്ഷിക്കാൻ കഴിയുന്ന സസ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം നെപ്പന്തസ്. സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഒരു പ്ലാന്റാണ് നെപ്പന്തസ്. അപ്പോൾ ഈ പ്രാണികൾ ഈ സസ്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഏത് മൂലകമാണ് ഇവയ്ക്ക് കിട്ടുന്നതാണ്? ഇൻസെക്ടിവോറസ്. ഹെർബിവോറസ് അറിയാം. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി മാത്രം കഴിക്കുന്ന സസ്യഭോജികളാണ്. കാർണിവോറസ് എന്താ? കാർണിവോറസ് എന്ന് പറഞ്ഞാൽ മാംസബുക്കുകളാണ്. ഒമ്നിവോറസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കഴിക്കുന്നവയാണ്. ക്യൂണിവോറസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂണിവോറസ് രക്തം കുടിച്ച് ജീവിക്കുന്ന ജീവികളാണ്. അപ്പോൾ നമുക്ക് ഈ ഇരപിടിയൻ സസ്യങ്ങൾ അഥവാ ഇൻസെക്ടിവോറസ് പ്ലാന്റ് എപ്പോഴും വെള്ളം, ചളി ഉള്ള സ്ഥലത്താണ് ഇതുണ്ടാവുക. അത് മണ്ണ് സാധാരണയായിട്ട് ഇവയ്ക്ക് കൃത്യമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ മണ്ണിലടഞ്ഞിരിക്കുന്ന നൈട്രജൻ്റെ അഭാവമാണ് ഇവയ്ക്ക് ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തിരിക്കുന്നത്. അവയുടെ കൂട് പോലെയുള്ള സ്ഥലത്തേക്ക് പ്രാണികൾ വരികയും അതിൻ്റെ ഉള്ളിൽപ്പെടുകയും
ഈ കൂടടയുകയും അവയെ ദഹിപ്പിച്ചുകൊണ്ട് നൈട്രജൻ ഇഷ്ടം പോലെ ഈ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നൈട്രജൻ്റെ അഭാവമാണ്. എനിക്കറിയാം ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഈ വളങ്ങളിലൊക്കെ നമ്മളെപ്പോഴും പറയേണ്ടത് NPK എന്ന് പറയാറുണ്ട്. നൈട്രജൻ ഒരു അത്യാവശ്യ പോഷണ ഘടകമാണ്. പിന്നെയുള്ളതാണ് ഫോസ്ഫറസ്, പിന്നെയുള്ളതാണ് പൊട്ടാസ്യം. NPK വളം എന്നാണ് നമ്മൾ പറയുക. അതിൽ നൈട്രജൻ പെടുന്നുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അപ്പോൾ നൈട്രജനാണ് ഇവയ്ക്ക് അത്യാവശ്യമായിട്ട് കിട്ടേണ്ടത്. അടുത്ത ചോദ്യം, കോളം 1 കോളം 2 നിരീക്ഷിക്കുക. ഒബ്സർവ് കോളം 1 ആൻഡ് കോളം 2. ആൻസർ ദ കറക്റ്റ് മാച്ചിങ്. നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നെല്ല് ഉജ്ജ്വല, ബിറ്റർ ഗോഡ്, ലോള, ദറ്റ് ഈസ് പാവൽ കൈപ്പയ്ക്ക, ചില്ലി പച്ചമുളക്, പ്രിയങ്ക, പി പയർ, അന്നപൂർണ, ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതിലെല്ലാതും മാപ്പ് ചെയ്ത് ശരിയാക്കാൻ പോകരുത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷനാണ് ഫസ്റ്റ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും കൃത്യമായിട്ട് അറിയുന്ന ഒരു സാധനം എടുക്കുക. ഇപ്പം നെല്ല് അന്നപൂർണയാണെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് കരുതുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് പോകരുത്. നിങ്ങൾ ഓപ്ഷൻ വേഗം എടുക്കണം. ഓപ്ഷൻ വേഗം എങ്ങനെ എടുക്കുക? ഓപ്ഷൻ വേഗം എടുക്കുമ്പോൾ എ എന്ന് പറയുന്നത് 4ആണ്. എ എന്ന് പറയുന്നത് 4 ഒറ്റ ഒന്നുള്ളതിൽ, ബാക്കിയുള്ളതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എ 4ആണെങ്കിൽ ഒറ്റൊന്നുള്ളൂവെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ എന്ത് എഴുതാം? വേറെ ഒന്നും ചെക്ക് ചെയ്യാതെ തന്നെ ആൻസർ കറക്റ്റായിട്ട് എഴുതാം. ഇതിൽ കറക്റ്റ് ആൻസറാണ് തന്നെ. ബി നോക്കാം. B 3 ആണ്. പാവൽ പ്രിയങ്കയാണ്. പ്രിയ, പ്രീതി, പ്രിയങ്ക എന്നൊക്കെ പറയുന്നത് പാവലാണ്. C 1 ആണ്. C പച്ചമുളക് ഉജ്ജ്വല. D പയറാണ്. 2 ആണ്. പയർ ലോല. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സ്കോളർഷിപ്പ് എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യണം.